നമ്മളിന്ന് എവിടേക്കാ യാത്ര? നടക്കാവുന്ന സമയത്ത് മാറി മാറി ഇടുക. അങ്ങനെ കേക്കുമായിട്ട് അമ്മ പോവാണ്. എവിടേക്കാണ്? എന്റെ ഭവനത്തിൽ കഴിഞ്ഞിട്ട് ഇരിക്കുന്ന ഭാഗം തലയിട്ടും കാല് മൂളിലും പിന്നെ ഈ ചാച്ചിനെ ഓർക്കുന്നുണ്ടോ? കുഞ്ഞിനെ ഓർക്കുന്നുണ്ടോ? എന്നെ പള്ളിയിൽ കൊണ്ടുപോകാനുള്ള കുനിഷ്ടം ഹാപ്പി ന്യൂ ഇയർ നോച്ചാച്ചേ. അപ്പൊ ഒരു 100,000 ക്രിസ്മസ് ഓർമ്മകളുമായി ഞങ്ങൾ മടങ്ങുകയാണ്. ഇതെവിടുന്ന്? ശരിക്കും ക്രിസ്മസ് ഈവ് ആയിട്ടോ. രാത്രി 10:15 അപ്പൊ നിങ്ങൾ വിചാരിക്കണ്ടാവും ഊണൊക്കെ കഴിഞ്ഞ് കിടപ്പാറായിന്ന്. ഇല്ലാട്ടോ, നമ്മളിന്ന് എവിടേക്കാ യാത്ര? അമ്മ ഒരു ചെറു പുഞ്ചിരി നൽകുന്നുണ്ട്. അതാണ് അമ്മയ്ക്കൊരു ചെറു പുഞ്ചിരി. ക്രിസ്മസ് ഒക്കെ അല്ലേ, അപ്പൊ ഒന്ന് പോയി പോരാൻ പോവാ. ഇന്നെന്താ മാച്ചിങ് അല്ലാത്ത ബ്ലൗസ് ഒക്കെ ഇട്ടേക്കണേ? അതെന്നാന്നോ, ഇതിന്റെ ബ്ലൗസ് എടുത്തു, പക്ഷെ ഭയങ്കര ഫിറ്റായി വിത്ത് ബ്ലൗസ്. അപ്പൊ എനിക്ക് അതൊരു സുഖയില്ല, കൈ കണ്ടമാനം ഇറുകിയിരിക്കണം. ഇവിടെ ചേരാൻ പാട്. ഇതാകുമ്പോ പിന്നെ കറക്റ്റ് ഫിറ്റാ. അതുകൊണ്ട് ഇതിട്ടാ. പിന്നെ വീട്ടിലേക്കല്ലേ, വേറെ എങ്ങോട്ടും കയറണില്ലല്ലോ, ബേക്കറിയിലൊന്നും കയറണം, അത്രയല്ലേ ഉള്ളൂ. അതുകൊണ്ടാ ഇതിട്ടാ കേട്ടോ. ഓക്കെ, മാലക്ക് ഏതായാലും കുറവൊന്നുമില്ല. മാലയില്ലേ, നടക്കാവുന്ന സമയത്ത് മാറി മാറി ഇടുക. പക്ഷെ എല്ലാം ഇവിടെ ഇരിപ്പില്ല. അതാ ഒരു ലോക്കറ്റുകളെല്ലാം അതൊക്കെ എന്നെ പോലെ ചെയ്യണം. ലോക്കറിയിലാണ് മുത്തുമാല ഇട്ടാ കഴുത്ത് പൊട്ടിക്കൂല. അപ്പൊ ഞാൻ പറഞ്ഞു ഞങ്ങളുടെ കൂടെ പോകുമ്പോഴേ ഇതൊക്കെ ഇടണോളൂ. ഞാൻ തന്നെ പോകുമ്പോ ചെറുത് ചെറുത് കരിമണിയൊക്കെ ഇടണേന്ന് പറഞ്ഞാ അതാ ഉചിതം, കഴുത്ത് വെട്ടിക്കൊണ്ട് പോകുന്നു. നമുക്ക് പോയി വരാം. ഞാൻ ഇതിന്റെയൊക്കെ റെപ്ലിക്ക മാത്രമേ ഇടുള്ളൂ. അപ്പൊ മണി 5:30, ഒരു 9:30 കൂടി വരണം എന്നുള്ള പ്രതീക്ഷയിലാണ് ഇറങ്ങണം. അതെ, ഓക്കെ. പ്രതീക്ഷ നശിക്കാതിരിക്കട്ടെ. ഇന്ന് എന്തൊക്കെ വീഡിയോ എടുക്കാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ നമുക്കറിയില്ല. പോണ പോലെ പോട്ടെ, എടുക്കാൻ പറ്റണത് എടുക്കാം. അതെ, ഓക്കെ. ഇന്ന് അമ്മയ്ക്ക് ധൃതി ഇല്ലല്ലോ. ഒരുപാട് ധൃതിയില്ല, വിശറിയ കാര്യങ്ങളെ. വാടാമല്ലിക്ക് വെള്ളം ഒഴിച്ചില്ല, വാടാമല്ലി ആയതുകൊണ്ട് കുഴപ്പമില്ല. അപ്പൊ ഞാൻ വന്നപ്പോ അമ്മ ഇന്ന് കൊറേ വെള്ളം ഒഴിച്ച് നടപ്പുണ്ടായിരുന്നല്ലോ. അതെ, ആന്തൂറിയ കൊറേ ആന്തൂറിയ മേടിച്ച് റീപ്ലാന്റ് ചെയ്യണം. കൊറേ ആയി വിചാരിക്കണം, ഇതുവരെ അത് പോസിബിൾ ആയിട്ടില്ല. ഇങ്ങനെ ഞങ്ങള് റോയിലേക്ക് പോവാ. അതെ, വണ്ടി റോസിന് അപ്പൊ വണ്ടി തിരിക്കാനായിട്ട് അങ്ങ് പോയി. അതൊക്കെ അങ്ങ് പോവാം. ഈ വണ്ടികളൊന്നും ഇല്ല. മാംഗോ നല്ല കുഴപ്പമില്ല. അപ്പുറത്തുണ്ടാവുമായിരിക്കും വേറെ. ഇതൊക്കെ ഹാർഡ് ഐസിങ് അല്ലേ? മാംഗോയുടെ എന്താ ചോക്ലേറ്റോ? 750. ഈ വൈറ്റ് ഫോറസ്റ്റോ? ഈ വൈറ്റോ? വാഞ്ചോ അല്ലേ ഇത്? വാഞ്ചോക്ക് എത്രയാ? ഇത് സ്ട്രോബെറി 650. ചോക്ലേറ്റ് എത്രയാന്ന് പറഞ്ഞു? 650 തോന്നുന്നു. പൈനാപ്പിളും ഉണ്ട്. പൈനാപ്പിൾ എടുക്കാൻ 2 പൈനാപ്പിൾ ഇല്ല, ഒരെണ്ണേ ഉള്ളു അല്ലേ? എന്നാ നമുക്കൊരു കാര്യം ചെയ്യാം. ഈ റെഡ് വെൽവെറ്റിന് എത്രയാ? ഇത് റെഡ് ആണോ? ബ്ലാക്ക്? ഇത് എന്ത് കേക്കാ? അത് നമുക്കൊരു കാര്യം ചെയ്യാം, 2 മാംഗോ തന്നെ എടുക്കാം. 2 എടുക്കാം. 2 വേണമല്ലോ മോനെ. അത് 2 ഡിസൈനാണോ മുകളിൽ വെച്ചേക്കണേ? അത് പൈനാപ്പിൾ വേണോ? പൈനാപ്പിൾ ഒന്നാടേ ഉള്ളൂ.
എന്നാ ഒരാൾക്ക് പൈനാപ്പിൾ ഒരാൾക്ക് മാംഗോയും എടുക്കാം. അല്ലെങ്കിൽ സ്ട്രോബെറി ഉണ്ട് കേട്ടോ. ഒരു പൈനാപ്പിളും ഒരു സ്ട്രോബെറി എടുക്കാൻ വേണമെങ്കിൽ. എന്നാൽ സ്ട്രോബെറിയും പൈനാപ്പിളും എടുക്കാം. ക്രിസ്മസ് അല്ലേ, അപ്പൊ ഈ കളർ ഒരെണ്ണം ഇരിക്കട്ടെ. എന്നാൽ ഒരു പൈനാപ്പിൾ ഒരു സ്ട്രോബെറി അല്ലേ? ആ, സ്ട്രോബെറി പൈനാപ്പിൾ പാക്ക് ചെയ്തു അവനെ ഫ്രഷ് അല്ലേ? എടുത്തു കഴിയുമ്പോ ഒന്ന് കാണിച്ചേക്കണേ. ആ, സ്ട്രോബെറി. അവന് ഇത് ഐസിനാണ് ഇത് വെച്ചിരിക്കുന്നത്. മെസ്സി ആകുമ്പോൾ പെട്ടെന്ന് വണ്ടിയിലാണ് പോകണം. കാരണം കഷ്ടി ഒരു 20 മിനിറ്റ് എ സി മതി മതി. പാക്ക് ചെയ്തു. ബട്ടർ ഐസ്. പണ്ടൊക്കെ ആകുമ്പോൾ കേക്കിനധികം വെറൈറ്റീസ് ഒന്നും ഉണ്ടാകാറില്ല. ഒരു പ്ലം കേക്ക്, പിന്നെ പ്ലം കേക്കിൻ്റെ ബോർഡറിൽ മാത്രം ഐസിങ്, പിന്നെ ഒരു ഹാർഡ് ഐസിങ്, ഇത്ര വെറൈറ്റി സാധാരണ കാണാറുള്ളൂ. ഇപ്പോഴോ എന്തുമാത്രം വെറൈറ്റീസ് ഓഫ് കേക്കുകളാണ്. ഒരുപോലത്തെ കിട്ടിയില്ല അല്ലേ? പൈസ കൊടുത്തല്ലോ. Merry Christmas and Happy New Year. ആ, ശരി ശരി, ഓക്കെ, താങ്ക്സ്. അമ്മയുടെ കവറിൻ്റെ സ്ട്രോബെറി പൈനാപ്പിൾ അപ്പോഴെങ്ങനെ പോവുക. കാർഡ് മേടിച്ചല്ലോ അല്ലേ? ഇല്ല, കാരണം ഫ്രഷ് ക്രീം 650 രൂപ 1 kg കേട്ടോ. കളർഫുൾ ഇരിക്കട്ടെ. ദേ അപ്പയുടെ കാർഡ് ഇപ്പം തന്നെ വെച്ചോ. എനിക്കൊന്നാമത് അതൊക്കെ സൂക്ഷിച്ചു. വലിയ ഇവിടെ ഉണ്ട്. അത് പിന്നെ പോരെ, ഇപ്പൊക്കെ മേടിച്ചു. ആ പുള്ളിക്ക് വലിയ സന്തോഷം ക്രിസ്മസ് ആശംസ പറഞ്ഞപ്പോ അല്ലേ. അങ്ങനെ കേക്കുമായിട്ട് അമ്മ പോവാണ്. എവിടേക്കാണ്? എന്റെ ഭവനത്തിൽ. ആ പള്ളിയിൽ ഇറങ്ങണ്ടേ. ഇത് ഞാൻ കാണിച്ചു തരാം നിനക്ക്. റിസോർട്ട് നാളെ ബിജു പറഞ്ഞില്ലേ, തിരുത്തിക്കരപ്പള്ളി കഴിയുമ്പോ ഒരു റിസോർട്ട് ഉള്ളത്, ഹോം സ്റ്റേ. ഞാൻ കാണിച്ചു തരാം. കാണാൻ പറ്റില്ല, ബോർഡ് കാണാം. കമാന തിരുത്തിക്കരപ്പള്ളി കല്യാണം നടന്ന പള്ളി. ഇതാണ് ആ പള്ളി. ഈ പള്ളിയിലായിരുന്നു ഹോളുണ്ടായിരുന്നു. അതുകൊണ്ടാണോ ഇവിടെ? ആ, മുളന്തുരുത്തി പള്ളി അന്ന് പൂട്ടിട്ടേക്കുമായിരുന്നു അല്ലേ? ഈ കാണാതെ ഇവിടെ കമാനമുണ്ട്. ഇവിടെ ഉണ്ട്. ഇത് ജോൺസ് വില്ലേജ്. അവിടെ വലിയൊരു സ്റ്റാർ. പച്ചപ്പും ഹരിതാപവും. നാളെ നീ അത് പറഞ്ഞില്ലേ? അതെ, പച്ചപ്പും ഹരിതാപവും. പച്ചപ്പും ഹരിതാപവും റിഫ്ലക്ട് ചെയ്യുന്നു. ആരക്കുന്നം ടൗണിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. കണ്ടില്ലേ, കല്യാണത്തിന് മുമ്പ് ഞാൻ ബ്ലൗസ് ചെയ്യിപ്പിക്കുന്ന ഇവിടെയായിരുന്നു. ടെക്സ്റ്റൈൽസ്. അതില്ല, കല്യാണം കഴിഞ്ഞിട്ട് രാമകൃഷ്ണന്റെ അടുത്ത്. പിന്നെ രാമകൃഷ്ണന്റെ ഇതൊക്കെ കഴിഞ്ഞപ്പോഴാണ്
അങ്ങോട്ട് ബേബി ടൈലറിന്റെ അങ്ങോട്ട് മാറ്റിയത്. ഇപ്പൊ വർഷങ്ങളായിട്ട് അവിടെ ഹോസ്പിറ്റൽ. ഓ എന്ത് ഭംഗിയല്ലേ. നേരത്തെ പറഞ്ഞ പോലെ ഇവിടങ്ങളിലൊക്കെ കുറച്ച് പച്ചപ്പും ഹരിതാപവും കൂടുതലുള്ള പ്രദേശമായതുകൊണ്ടും പിന്നെ അതുപോലെ ക്രമമായിട്ട് കൃഷി ചെയ്യുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ ഇവിടങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. എവിടെ നോക്കിയാലും ഒരു പ്രത്യേക അഴകും ഐശ്വര്യവും ഉണ്ടാവും. വിശേഷിച്ച് പാടശേഖരങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഇപ്പോൾ പിന്നെ മഞ്ഞുകാലമൊക്കെ ഒന്ന് തുടങ്ങിയല്ലോ, അപ്പോൾ അത് കാരണം പാടത്തൊക്കെ വൈകുന്നേരം ആകുമ്പോഴേക്കും ഇങ്ങനെ പതുക്കെ മഞ്ഞ് പോലെ ഇങ്ങനെ വരും കേട്ടോ. നല്ല രസം അത് കാണാനായിട്ട്. ചെറുതായിട്ടൊക്കെ ഇതിനകത്ത് കാണാം, ഒരു പ്രത്യേക ഭംഗിയാണ്. എനിക്കെപ്പോഴും ഇതൊക്കെ ഇങ്ങനെ വീഡിയോയിൽ പകർത്താൻ ഭയങ്കര ഇഷ്ടം. ആദ്യം ഞങ്ങൾ പോയത് അമ്മയുടെ ബ്രദറിൻ്റെ വീട്ടിലേക്കാണ്. അതിനുശേഷം അമ്മയുടെ പപ്പയുടെ അനിയൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ. അവിടുത്തെ വിശേഷങ്ങളൊന്ന് കാണാം കേട്ടോ. ഓ അത് ശരി. ഒരുക്കി ചേച്ചാ ഇന്നത്തെ കരോള് പാടും പോലെ അല്ലല്ലോ അന്നത്തെ. ആ കാര്യങ്ങളൊന്ന് പറയാം എങ്ങനെയാന്ന്. അന്ന് ഈ ചൂട്ട് കത്തിച്ചൊക്കെ പോവില്ലേ ഓരോ വീടുകളിൽ കയറി. അന്ന് വീടുകളിൽ പയറ് വിളയിച്ചതൊക്കെ തന്നത് ഉണ്ടോ? പയറ് വിളയിച്ചതൊക്കെ തന്നതൊക്കെ ഒന്ന് പറ. ഈ സന്ധ്യക്ക് എപ്പോഴാ നമ്മള് പള്ളിയിൽ നിന്ന് അന്നത്തെ കാലത്ത് കരോള് ഇറങ്ങണത്? സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞ് പള്ളി ചെന്നൊരു പള്ളിക്ക് കയറ്റിയ ഒരു പ്രാർത്ഥന ഇറങ്ങും അല്ലേ? എന്നിട്ടില്ലേ നമ്മള് കുറെ പെരിച്ചാച്ചൻ സെൻട്രൽ സ്കൂളിലൊക്കെ അധ്യാപകരായിരുന്നല്ലോ. എന്നിട്ട് കുറെ പേര് കൂട്ടിയടിച്ച് ഇങ്ങനെ ഓരോ വീടുകൾ കയറും. അത് കഴിയുമ്പോ പല വീടുകളിൽ നിന്നും കട്ടൻ കാപ്പിയൊക്കെ തരൂല്ലേ? പിന്നെ ഇച്ചാച്ചൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഏതോ വീട്ടിൽ നിന്ന് പയറ് വിളയിച്ചു തന്നെ. നമ്മുടെ അമ്പാട്ടിലെ അച്ഛന്റെ ചെല്ലുമ്പോ ഓ അച്ഛന്റെ അപ്പനും അമ്മയും അവിടെ ചെല്ലുമ്പോ നല്ല പയറ് വിളച്ചത് അത് മുറിച്ച് ഒരു സ്പൂൺ ഒരേ സ്പൂൺ അത് നിന്ന് കഴിഞ്ഞാൽ പിന്നെ അന്ന് വിശപ്പുണ്ടാവില്ല. അത് കാണുമ്പോ നമുക്ക് തോന്നുന്നത് വയറ് നിറയില്ലായിരിക്കും, പക്ഷെ ശരിക്കും വയറ് നിറയുന്ന. പിന്നെ ഒരു കൊല്ലം കൊച്ചപ്പം മരിച്ച് പിറ്റേ കൊല്ലം പയറ് കിട്ടില്ല. അവിടെ പിറ്റേ കൊല്ലം എന്നിട്ട് ആകപ്പാടെ പിള്ളേരൊക്കെ അതുമായിട്ട് കിട്ടിക്കൊണ്ടിരുന്നല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ എന്നാ വീട്ടിൽ ചെന്ന് കപ്പ പറിച്ചു. നമ്മുടെ വീട്ടില് അവിടെ അമ്പാട്ടില് വെച്ച് ഞാൻ പറഞ്ഞു ഞാൻ വീട്ടിൽ ചെന്ന് കപ്പ. പിള്ളേർക്ക് വേറെ ഒന്നും കിട്ടിയിട്ടില്ല. എന്നിട്ട് അവിടെ നിന്ന് ഞാൻ ഇതില് ആ മലയാടി കയറി വന്ന് ഇരുതടയൊക്കെ ഇവിടെ വന്ന് ഈ അടുക്കളപ്പുറത്തുനിന്ന് രണ്ട് കിലോൺ കപ്പ പറിച്ച് പുഴുങ്ങി അമ്മയും കൂടി പുഴുങ്ങി കുറെ കട്ടൻ ചായ നിർത്തി വെച്ചു. അന്ന് പഞ്ചായത്ത് ഉണ്ടോന്ന് അറിയാമല്ലോ. അന്ന് പിള്ളേര് ഇവിടെ സുഭിക്ഷമായിട്ട് കപ്പയും തിന്ന് അത് വേറെ എങ്ങൊന്നും ഒന്നും കിട്ടിയില്ല അന്ന് ആ പ്രാവശ്യം. പക്ഷെ അതൊരു നല്ല അനുഭവം അല്ലേ ചാച്ചാ? അമ്മയാണെങ്കിലും ഞാനാണെങ്കിലും രണ്ടു കൈയും മറന്നൊന്നും വിൽക്കാറില്ല. നമ്മുടെ കയ്യിൽ എപ്പോഴും കാണിച്ചു സ്റ്റോക്ക്. അന്ന് നല്ല തണുപ്പാണോ ചാച്ചാ? പുറത്ത് നല്ല തണുപ്പായിരിക്കും. പിള്ളേരൊക്കെ പാട്ട് പാടിയപ്പോഴത്തേക്ക് ഇന്നിപ്പോ നമുക്ക് അത്ര തണുപ്പൊന്നുമില്ല അല്ലെ? ഇന്ന് വാഹനത്തിലായില്ലേ യാത്ര അല്ലേ? അന്നിങ്ങനെ നടന്നല്ലേ ചാച്ചാ? ഈ അരിക്കിലാമ്പിന്റെ തന്നെ കുഞ്ഞുമ്മ പറഞ്ഞേ പെട്രോമാക്സ് നമ്മുടെ ഈ സ്റ്റൂൾ ഉണ്ടല്ലോ, സാധാരണ സ്റ്റൂള് അത് മറിച്ച് തലേ വെക്കും. അപ്പൊ ഇരിക്കുന്ന ഭാഗം തലയിട്ടും അതിന്റെ സെന്ററിലാണ് ഈ പെട്രോമാക്സ് വെക്കണത്. എന്നിട്ട് ഈ ചുവന്നോണ്ട് പോകണേൽ ഇങ്ങനെ പിടിക്കും. ഇടയ്ക്ക് നിന്ന് കറങ്ങുമൊക്കെ ചെയ്യുന്നുണ്ട്. ഇല്ലല്ലോ അല്ലേ? ആവശ്യം വരുന്നില്ല. അന്ന് ഒത്തിരി രാത്രിയാവോ കുഞ്ചാച്ച തീരുമ്പോ?
നേരം വെളുക്കുന്നവരെ നടക്കും. ഓ അത് ശരി. ആ പക്ഷെ അന്നൊക്കെ ഈ ജോലിക്ക് പോണൊരു കുറവല്ലേ, കൃഷിക്കാരല്ലേ. ഇന്നിപ്പോ കൃത്യസമയത്ത് ഓഫീസിൽ അന്ന് അങ്ങനെയാണെങ്കിലും ഇന്നത്തെ തലമുറയിൽ വാഹനത്തിലാണെങ്കിലും ഇച്ചാച്ചന്റെ അടുത്ത അവകാശി, അതായത് നോബി മോനൂട്ടിനുമായിട്ട് പോക്കുണ്ടല്ലോ, വണ്ടിയും കണ്ട് കാറും കണ്ട ആൾക്കാരെ. അന്ന് ഏറ്റവും കൂടുതൽ തന്നെ 1 രൂപയാണ്. ആണോ വീടുകളിൽ? ഇവിടെ നിന്നൊക്കെ 50 പൈസ, അപ്പച്ചൻ തന്നെ 25 പൈസ കൊടുക്കുന്നവരുണ്ട്. 50 പൈസയാണ്. ഒന്നാണ് ഏറ്റവും കൂടിയത്. അന്ന് ഇച്ചാച്ചൻ ഈ അന്ന് അണയുണ്ടോ കുഞ്ഞാച്ച? അണ ഇല്ല അല്ലേ? അണ അണയുണ്ടോ? അണപ്പൈസ ഇല്ല. 2 അണ. ഈ അണയായിട്ട് അന്ന് തന്നത്. ഈ പൈസ തന്നതേ അന്ന് അണയാ ആദ്യമൊക്കെ. പിന്നെ ഇച്ചാച്ചൻ സ്റ്റാർ ഉണ്ടാക്കുമായിരുന്നു. ഉണ്ടാക്കാതിരിക്കാൻ കാര്യമില്ല. ആ കുഞ്ഞാച്ചൻ ഉണ്ടാക്കുന്ന വാരി വെച്ചുണ്ടാക്കണ ഉണ്ട്. എനിക്കും ഞാനും പറഞ്ഞു കേട്ടിട്ടുണ്ട് ആ ഇടയ്ക്ക് കുഞ്ഞാച്ചൻ. ഇങ്ങനെ വെച്ച് കെട്ടിയിട്ട് അതിൽ വർണ്ണക്കടലാസ്. അപ്പൊ ഈ നോബി ക്രാഫ്റ്റിന് ഇതാണല്ലോ. അപ്പൊ ഞാനെപ്പോഴും അവിടെ പറയാറുണ്ട്, ഇച്ചാച്ചന്റെ ആ ക്രാഫ്റ്റും കുഞ്ഞുമ്മയുടെ അപ്പച്ചന്റെ ക്രാഫ്റ്റും കൂടെ കൂടി നോബിക്ക് നല്ലൊരു ടാലന്റാണ്, നല്ല ഭംഗിയായിട്ടേ. പിന്നെ ഇച്ചാച്ചിനെ ഓർക്കുന്നുണ്ടോ, കുഞ്ഞുമ്മ ഓർക്കുന്നുണ്ടോ എന്നെ പള്ളിയിൽ കൊണ്ടുപോകാനുള്ള കുനിഷ്ടം? അതായത് തലേ ദിവസം ഞാൻ ഇവിടെ ഒന്ന് പറയും, ഞാനിന്റെ പോരാന്ന് പറയും. എന്നിട്ട് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കിടന്ന് ഉറങ്ങും നല്ല സുഖമായിട്ട്. ഇവര് ജനലിന്റെ അവിടെ വന്ന് മുട്ടും. അന്നേരമാണ് കുഞ്ഞമ്മ അന്നേരം പറയും, മോളൂട്ടി എഴുന്നേൽക്ക് പള്ളി പോകേണ്ട സമയം കഴിഞ്ഞു. അന്നേരം അപ്പച്ചൻ കിടക്കാൻ മുറിയുന്ന അപ്പച്ചൻ പറയും, അവളെങ്ങും പോരുമില്ല, നിങ്ങൾ പള്ളിയിൽ പോകണമെങ്കിൽ പൊക്കോളാം. പക്ഷെ ഇച്ചാച്ചൻ എഴുന്നേൽപ്പിച്ച് ഇവര് രണ്ടുപേരും കുട്ടി എന്നെ എഴുന്നേൽപ്പിച്ച് പള്ളിയിൽ കൊണ്ടുപോകായിരുന്നു. വെളുപ്പാങ്കാലത്തല്ലേ? വെളുപ്പാങ്കാലത്ത്. അതെന്നാണെന്നറിയാമോ, നടന്ന് നല്ല രസമാണ്. നമ്മുടെ വീട്ടിലെ കൊച്ചമ്മയൊക്കെ കാണും 1 by 1 ആയിട്ടാ പോണേ. 1ഉം 2ഉം ആളല്ല, ചേട്ടായി. എല്ലാരും നല്ല രസം. ഇങ്ങനെ അത് ഞാൻ ഇവളോട് പറഞ്ഞു, ഇങ്ങനെ കുറെ അനുഭവങ്ങൾ പപ്പയ്ക്ക് ഇങ്ങനെ ഉണ്ട്. ചാച്ചൻ ഒത്തിരി നാള് സൺഡേ സ്കൂളിൽ ഇതായിട്ട് നടന്നതല്ലേ, അപ്പൊ ഒത്തിരി അങ്ങനെ അനുഭവങ്ങളുണ്ട്. മോനോട്ട് തന്നെ എടുക്കണം. അവിടെ അവള് പാടാൻ പോവാൻ തുടങ്ങുമല്ലേ മോനോട്ട്. അന്ന് രാവിലെ കഴിക്കാനായിട്ട് കള്ളപ്പമായിരിക്കും അല്ലേ? കള്ളപ്പം ആണോ ഉണ്ടാക്കണം? അതോ പിടിയാണോ ഉണ്ടാക്കും? ആ അയ്യോ, സൺഡേ സ്കൂളിൽ എന്നാ ചാച്ചൻ പറയാൻ തുടങ്ങിയത്? ഈ സൺഡേ സ്കൂളില് ആനിവേഴ്സറി ഉണ്ടല്ലോ, ആനിവേഴ്സറിയുടെ അന്നാണ് കൂടുതൽ. ഞങ്ങള് ഒരു ഗാങ് ഉണ്ട്, ഒരു ഇടമണത്തെ ചാക്കോ സാറ്, ഇല്ല കൊളങ്ങിലെ ജോൺ സാർ എന്ന് പറഞ്ഞ കണ്ണാടി വെച്ച, പിന്നെ ഞാന് നമ്മുടെ തോലമുള്ള കുഞ്ഞുമത്തായി, ജോയിയൊക്കെ ഇല്ലേ നേന്ത്രപ്പാട്ട് ജോയി? ജോയിയൊക്കെ അന്ന് കൊച്ച ചെറുതായിരിക്കും. പിന്നെ അങ്ങനെ ഈ ഇടക്കാട്ട് വഴി എന്ന് 2-3 സാറുമാരുണ്ട്. എന്നിട്ട് എങ്ങനെയാ അതിന്റെ പരിപാടി? സൺഡേ സ്കൂളും ടീച്ചർമാരെ പറഞ്ഞത്. ആനിവേഴ്സറി കേമാണോ? ആനിവേഴ്സറിക്ക് ഭയങ്കര പരിപാടിയായിരിക്കും, നാടകമൊക്കെ കാണും. ഇവിടെ നിന്ന് ഒരു ഞങ്ങളൊരു ഭൂമിയിലെ മാലാഖ എന്ന് പറഞ്ഞൊരു നാടകം അഭിനയിച്ചു. അത് ഇവിടെ ഇത് പഠിക്കാനായിട്ട് പോണല്ലോ, 1-2 ആഴ്ച നടക്കണം. നോബിയും മോനൂട്ടിനും കൂടെ പോവാൻ തുടങ്ങുക. നോച്ചാച്ച പോരായല്ലേ? ഓക്കെ, വരുമ്പോഴേക്കും ഞങ്ങളും പോകൂട്ടോ. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ നോച്ചാച്ചേ. മെറി ക്രിസ്മസ്. അപ്പൊ ഞങ്ങള് പോകൂട്ടോ വരുമ്പോഴേക്കും. കാണാം നമുക്ക് പിന്നെ. നാടകം അഭിനയിക്കാനായിട്ട് ആ സന്ധ്യ ആവുമ്പോ കുരിശു വരച്ച് കഴിഞ്ഞ് ഇവിടുന്ന് പോകാറുണ്ട് അപ്പച്ചൻ. അപ്പൊ അപ്പം കുളിക്കാൻ തുടങ്ങുമ്പോഴേ ഞാൻ ബഹളം കൂടും അമ്മയോട്, കുരിശു വരയ്ക്കാം. എന്നിട്ട് കുരിശു വരെ കഴിഞ്ഞ് ഞാൻ പയ്യെ ഇച്ചിരി ചോറ് കൊണ്ടിട്ട് ഇങ്ങനെയാണ് പോണത്. തിരിച്ചു വന്ന് ആരും അറിയാതെ കയറി കിടക്കും. അമ്മ വാതിൽ തുറന്നു വരും. അങ്ങനെയാണ്. എന്നിട്ട് ഇവിടെ ഞങ്ങളൊരു നാടകം അറിയാം, ഒരു സ്കൂളിലെ വാർഷികത്തിന് ഭൂമിയിലെ മാലാഖ എന്ന് പറയും. ഇതുപോലെ ഞാന് ചാക്കോ സാറ്, ഇങ്ങനെ ഒരു 8-10 സാറുമാരുണ്ടാവും.
എന്നിട്ട് അതിൻ്റെ ഈ അഭിനയത്തിന് ഫസ്റ്റ് ഉള്ളവർക്ക് സമ്മാനമുണ്ട്. അപ്പൊ ഞാനൊരു കാർന്നവരുടെ ഒരു ഞാനിവിടുന്ന് അമ്മയുടെ ഒരു കശവും കൊണ്ടും ഒരു വാക്കിംഗ് ഒരു കാർന്നവരുടെ വാറുണ്ണി മുതലാളി എന്ന് പറഞ്ഞ ഒരു ഇതാണ് അഭിനയിച്ച് എനിക്കാണ് ആ കൊല്ലം ഫസ്റ്റ് കിട്ടിയത്. ഞാൻ അന്ന് ഞാനന്ന് എനിക്ക് നീളമുള്ള കൈയുടെ ഷർട്ടൊന്നുമില്ലായിരുന്നു. ഞാൻ തെക്കനച്ഛൻ്റെ ഒരു ഷർട്ടാണ് മേടിച്ചത്. അപ്പൊ അച്ഛൻ പറഞ്ഞു പൗലോസിന് ഞാൻ ഷർട്ട് തരാം എന്ന് പറഞ്ഞ് ഷർട്ടൊക്കെ ഇട്ട് ഇതുപോലെ കശവും കൊണ്ടൊക്കെ ഇട്ട് നല്ല ടിപ്റ്റോപ്പായിട്ട് അഭിനയിച്ച് എനിക്ക് അന്ന് ഫസ്റ്റ് പ്രൈസ് കിട്ടി. അങ്ങനെ ഒരുപാട് നാള് സൺഡേ സ്കൂളിലെ പ്രസ്ഥാനമായിട്ട് നടന്നു. കല്യാണം കഴിഞ്ഞ് ഒരു 2-3 കൊല്ലം കൂടെ പിന്നെ ഓരോ ഉത്തരവാദിത്തത്തിലേക്ക് വന്നല്ലോ നമുക്ക് വീട്ടുകാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ അപ്പന്റെ മരണമൊക്കെ ആയപ്പോ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കണമെന്നില്ല. അപ്പൊ എന്നാന്ന് വെച്ചാൽ ഇച്ചാച്ചിന്റെ ആ ഇതിപ്പോ തലമുറക്കാര് കൊണ്ടുപോകണുണ്ടല്ലോ ഏതായാലും. അപ്പൊ ഇച്ചാച്ചിന് പണ്ടത്തെ ക്രിസ്മസ് ആയിരുന്നോ ഇഷ്ടം, ഇപ്പോഴത്തെ ക്രിസ്മസ് ആണോ ഇഷ്ടം? പണ്ടത്തെ ക്രിസ്മസ് പറഞ്ഞാൽ അന്ന് കുറച്ചുകൂടെ ഒരു വിശ്വാസത്തോടുകൂടിയുള്ള 25 ദിവസം നോയമ്പ് പ്രാർത്ഥന, പിന്നെ അതനുസരിച്ച് നമുക്ക് ഇല്ലായ്മകളുണ്ടെങ്കിലും നല്ലൊരു സന്തോഷവും നിറവുമായിരുന്നു അല്ലേ, ഐക്യം. 25 നോയമ്പുണ്ട് നേർച്ചകളൊക്കെ നമ്മൾ വർഗീസൂട്ടി ചേരം പിടിച്ച് പൈതലെടുക്കും. പെറോമ്പള്ളിയിലെ പൈതല് നേർച്ചാലേ അത് 50 നോയമ്പ്. 50 നോയമ്പിനാ അത് 50 നോയമ്പ് വീടുമ്പോ ഉണ്ട് അല്ലേ, ക്രിസ്മസിനുണ്ട് അല്ലേ. നമ്മൾ ഈ ഇച്ചാച്ചനും മത്തായി പാപ്പനും ഏലിയൊക്കെ കൂടെ തലയിൽ ചുമന്നുകൊണ്ട് പോണ ഞാൻ ഓർക്കണ്ട്. ചോറും പിടിയിറച്ചി ഇച്ചാച്ച ഈ ഉയർപ്പ് കഴിയുമ്പോ മുതൽ അവിടെ പാലത്തിന്റെ അവിടെ നിന്ന് വിളമ്പ് തുടങ്ങൂലേ, ചുറ്റും അങ്ങനെ ഇരുന്ന് തുടങ്ങും അല്ലേ. കണ്ടമാന ആൾക്കാർ വരുമല്ലോ അതിന്. അത് കുളമംഗലത്ത് പള്ളി കൊണ്ടുപോകാറുണ്ട്. ഞാൻ ഓർക്കണ്ട ആ തലച്ചുമട് പോണത് എനിക്ക് ഓർമ്മ. പാലത്തിന്റെ അവിടെ നിന്ന് ഈ പെരുന്നാളിന് പെരുന്നാൾ ജനുവരി 5-ാം തീയതി വൈകിട്ട്. അപ്പൊ അന്ന് ഈ പ്രദക്ഷിണം ബാപ്പതി കുറിച്ച് തുടങ്ങും. പാലത്തിന്റെ അവിടം വരെ ഈ പേപ്പതിക്കാരായിരിക്കും കൊണ്ടുപോകണേ. പിന്നെ പുറംപള്ളിയിൽ നിന്ന് വന്ന് ഉണ്ട് പുറംപള്ളിയിൽ നിന്ന് ആൾക്കാർ അപ്പച്ചനും അമ്മച്ചിയും ഓരോ കുട പിടിച്ച് എല്ലാ വർഷവും പ്രദക്ഷിണത്തിന് വരുമായിരുന്നു. പാഴൂരെ വീടിന്റെ അവിടെ നിൽക്കുമ്പോ ഇവര് അതൊരു ആചാരം പോലെയാ, പള്ളിയിൽ നിന്ന് എതിരേക്കാൻ പറ്റും. അങ്ങനെ അവിടെ നിന്ന് സ്വീകരണം അത് ഞാനിപ്പോ മനസ്സിലാക്കിയ കൈമാറി സ്വീകരിക്കും. പുറകെ പോരും. പക്ഷെ അധികാരം കൈമാറണ പോലെ അല്ലേ. ഓ അങ്ങനെയൊക്കെ. പണ്ട് പുൽക്കൂടൊക്കെ ഒരുക്കുവോ കുഞ്ഞിച്ചാച്ച? എങ്ങനെയാന്ന് എനിക്കറിയാൻ മേല. പുൽക്കൂടൊന്നും കാര്യമായിട്ട് ഉണ്ടാക്കാറില്ല. ഇല്ല അല്ലേ. പുൽക്കൂട് അങ്ങനെ ഇല്ല അല്ലേ. പിന്നെ നോമ്പൂരേക്ക് ഈ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു പിടി ഇറച്ചി, പിന്നെ അല്ലെങ്കിൽ കള്ളപ്പം ഇറച്ചി ഇല്ലേ. കള്ളപ്പം അതിനല്ല, നേർച്ചക്കല്ല. അല്ല നേർച്ചക്കല്ല, 24-ാം തീയതി വീടുകാശ കൂട്ട അപ്പൊ ഇറച്ചി എല്ലാ വീടുകളിലും പിടിയും ഇറച്ചി ചോറും കറി. ഇന്നത്തെ ക്രിസ്മസ് പറഞ്ഞാ ഈ ആഘോഷം അല്ലേ. ഇന്നലെ അപ്പ ചുടുവല്ലേ. അതെ അതെ അതെ. നമ്മുടെ പള്ളി എന്നുള്ള കരോള് പാട്ടും അവരുടെ ഡിസിപ്ലിനും. പിന്നെ ചോദിച്ചിട്ട് മറ്റേ അവര് ഉണ്ണിയേശുവിനെ കൊണ്ടൊക്കെ വന്നത് നമ്മുടെ കരട്ടപ്പള്ളി ഇല്ലേ. പണ്ട് നല്ല രസമായിരുന്നു. ബദിനിക്കാര് വെളുപ്പാങ്കാലത്തൊക്കെ വരുമോ ഇപ്പൊ കുഞ്ചാച്ച? ഇപ്പൊ വരുമോ വെളുപ്പാങ്കാലത്ത്? എത്ര മണിക്ക് തീരും സീനെ? 12 മണി 1 മണിയൊക്കെ അത് പല സ്ഥലത്തായിട്ടല്ലേ ആൾക്കാരിങ്ങനെ അല്ലേ. അപ്പൊ പഴയകാല ഒത്തിരി നല്ല ഓർമ്മകൾ ഞങ്ങൾ സമ്മാനിച്ച കുഞ്ചാച്ചനും കുഞ്ഞുമ്മയ്ക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി. ഭാര്യ ഇവിടെ നിപ്പുണ്ട് കേട്ട് നിക്കുവാണ്. അറിയാവുന്ന ആളാണ്. എന്നാലും
ഓക്കെ. അവിടെ നിന്ന് ഞങ്ങൾക്ക് കേക്ക്, പൈനാപ്പിള്, അങ്ങനെ റിഫ്രഷ്മെന്റ്സ് ഒക്കെ കഴിച്ചു, വർത്താനമൊക്കെ പറഞ്ഞ് ചില്ല് ചെയ്തിരുന്നിട്ട് ഞങ്ങൾ പതുക്കെ ഇറങ്ങിട്ടോ. അപ്പൊ ഒരു 100,000 ക്രിസ്മസ് ഓർമ്മകളുമായി ഞങ്ങൾ മടങ്ങുകയാണ്. ഇതെവിടുന്ന്? പൈനാപ്പിൾ, ബാക്കിൽ 3 ബബ്ലൂസ് നാരങ്ങ. ഒന്ന് എന്റെ വീട്ടിൽ നിന്ന്, ഒന്ന് നോബിയുടെ വീട്ടിൽ നിന്ന്. ബബ്ലൂസ് നാരങ്ങ സീന പറിച്ചത്. അപ്പൊ ഓർമ്മകൾ ഒരുപാട് അവിടുന്ന് ഷെയർ ചെയ്തിട്ടുണ്ട്. അത് പിന്നാലെ വരുന്നതായിരിക്കും. അല്ല, അതിപ്പോ കാണുന്നുണ്ട്, അവര് കണ്ടു കഴിഞ്ഞു അവര്. അപ്പൊ നമ്മൾ അങ്ങനെ ക്രിസ്മസ് ഓർമ്മകളുമായി നമ്മൾ മടങ്ങുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. എല്ലാവർക്കും നല്ല ദിവസങ്ങൾ ഉണ്ടാകട്ടെ. പുതുവത്സരം. അതെ 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 അതെ, നല്ല ഒരു വർഷം നിങ്ങളെ കാത്തിരിക്കട്ടെ. ബൈ ബൈ. നിങ്ങൾ ഇങ്ങോട്ട് നോക്ക്. See you. ലൈറ്റ് അടിക്കണോണ്ട് മിന്നണം, അതുകൊണ്ടാണ്. നോബിയുടെ ഞാൻ ഇത് കണ്ടോ, പുൽക്കൂട് നല്ല സിമ്പിൾ. പള്ളി പെരുന്നാളോ എന്തോരം പണിയെടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മള് പല ക്രിസ്മസ് ഈ മറ്റേ പുൽക്കൂട് കണ്ടെങ്കിൽ നോബിയുടെ ആ പുൽക്കൂട് കണ്ടു, അതിന് അതിന്റേതായ ഒരു ഐഡന്റിറ്റി ഉണ്ട്. ആ ക്രിസ്മസ് ട്രീ ഊരി വെക്കണ കേട്ടില്ലേ ടെറസ് മുകളിൽ യൂറോപ്യൻ പുൽക്കൂട് പോലെ തോന്നി കണ്ടാല്. അങ്ങനെയാണ്. അപ്പൊ ഞങ്ങളുടെ ക്രിസ്മസ് പ്രിപ്പറേഷൻ തുടങ്ങുന്നത് ഇന്നത്തെ ദിവസം 24-ാം തീയതി തുടങ്ങുന്നത് എങ്ങനെയാണെന്നറിയോ? മട്ടൻ. അപ്പൊ അമ്മ മട്ടൻ കയറി പിടിച്ചിരിക്കുകയാണ്. മട്ടൻ നല്ല മട്ടനാണ് കേട്ടോ, റിബ്സും ഉണ്ട്, കറിക്കട്ടും ഉണ്ട്. അപ്പൊ നമ്മള് ഡിസംബർ 24 വൈകുന്നേരം കേക്ക് മുറിക്കാൻ പോവാണ്. കേക്ക് മുറിക്കാൻ പോവാണ്. അതെ, നമ്മള് നേരത്തെ മുറിക്കാൻ പോവാ. 25-ന് മോർണിംഗ് ഞാൻ വിചാരിച്ചത്, പക്ഷെ ഫ്രഷ് ആയതുകൊണ്ട് ഇപ്പൊ തന്നെ കട്ട് ചെയ്യാന്ന് വിചാരിച്ചു. ഇന്നത്തെ ഡേറ്റിലുള്ള ഫ്രഷ് കേക്കാണ്. എങ്ങനെയുണ്ട് രുചിന്നൊന്ന് നോക്കാലോ. പണ്ട് കൊച്ചിൻ ബേക്കറിയിലായിരുന്നു സുപ്പീരിയർ കേക്ക്. ഇത് 800 ഗ്രാമാ. 800 ഗ്രാം നമുക്ക് ധാരാളാ. ആ, എത്ര പേരുണ്ടായിരുന്നു? ആണോ? ഏഹേ, നല്ല കൊച്ചുങ്ങളാ. 33 പേര്. അത്രയും പേരുണ്ടായിരുന്നല്ലേ? അപ്പൊ നല്ല പോളിംഗ് ഉണ്ട്. ഇത് നോർമൽ പ്ലം കേക്കാ. റിച്ച് പ്ലം കേക്ക് അവിടെ വേറെ ഉണ്ട്. നല്ല മണമുണ്ടല്ലേ? കേക്ക് കട്ട് ചെയ്തത് ബാക്കിയിരിക്കണം. അപ്പൊ കട്ട് ചെയ്ത് വെച്ചേക്കണം. നിങ്ങള് എന്നെ വിളിക്കാൻ അപ്പൊ പോകുന്നതുകൊണ്ട് അവരെല്ലാം എന്നോട് പറഞ്ഞു ഞങ്ങള് ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞു. സൂര്യയും ലിസി ടീച്ചറും എല്ലാരും കൂടെ കൊടുക്കാനേ. മുറിച്ചിടാനുള്ള പാത്രം ഇതിന്റെ മുന കൊണ്ട് വേണം മുറിക്കാൻ. ഓ, അങ്ങനെയല്ല, ഇങ്ങനെ മുറിക്കണം. കാരണം അത് ഇങ്ങനെ കുഴിച്ചു അപ്പൊ എന്നാ വെച്ചാൽ മുറിയാത്ത ഭാഗവും മുറിയും. ഈ ചിലതിന് ഇടയില് മുന്തിരി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കട്ടിങ്ങിനൊരു ഇത് വരും. അതല്ല, ഇനിയിപ്പോ വലിപ്പത്തിൽ കട്ട് ചെയ്ത് നോക്കാം. അങ്ങനെ കേക്ക് മുറിച്ച് ക്രിസ്മസിനെ വരവേൽക്കുവാണ്. അതെ, നല്ല മട്ടൻ എവിടെ കിട്ടണെന്ന് ചോദിച്ചു. അപ്പൊ നീ ലുലൂന്നാ മേടിച്ചോളൂ. ഇനി നാളെ നമുക്ക് കാണാൻ കേട്ടോ. എന്നാ നോക്കണേ. അമ്മയ്ക്ക് കുത്തി നിറച്ച് വെക്കണത് ഇഷ്ടല്ല കേട്ടോ.
ശരിക്കും ക്രിസ്മസ് ഈവ് ആയിട്ടോ. രാത്രി 10:15 അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഊണൊക്കെ കഴിഞ്ഞ് കിടപ്പാറായിന്ന്. ഇല്ല കേട്ടോ, ക്രിസ്മസിനുള്ള ഒരുക്കങ്ങൾ ഇവിടെ നടത്തണേ ഉള്ളൂ. ഞങ്ങള് ബിജു വന്ന് കുറെ നേരം ലാത്തിയൊക്കെ അടിച്ചിരുന്ന് ബിജു പോയി. അതെ, അവിടെ ഒരു സാധനം ഇരിപ്പുണ്ട്, എവിടെ കാണിച്ച്? അവരുടെ സാധനമൊക്കെ കാണിക്കാം. കഴിഞ്ഞു, ഞങ്ങള് കഴിഞ്ഞിട്ടില്ല. അവിടെ ഇരിക്കുന്ന സാധനം മട്ടൻ കുറുമ. യെസ്, നല്ല കിഡിലോസ്കി മട്ടൻ കുറുമയാണ് കേട്ടോ. നല്ല സ്മെല്ലുണ്ട്, പക്ഷെ ഇച്ചിരി ഉപ്പ് പോരാകുണ്ട്. അത് നാളെ ആഡ് ചെയ്യാൻ കഴിച്ചിട്ടില്ല. നല്ല കിഡിലോസ്കി സാധനമാണ്. നാളെ ഉച്ചക്കായിരിക്കും അതിന്റെ വീഡിയോ വരുന്നത് കേട്ടോ. ആണോ? അരി, പച്ചരി, അതൊന്നും ഡീറ്റെയിൽ പറയണ്ട. അതിന്റെ കൂടെ ഒരു കൂമ്പന ഗ്ലാസ് അരിയാണ് എടുത്തേക്കണത്. അതിന് ഒരു മുറി ഫുൾ മുറി പച്ചത്തേങ്ങ ഉണ്ട്. പിന്നെ അതിന്റെ കൂടെ ഈ ഇവിടെ സ്പൂണില്ല, സ്പൂൺ പിന്നെ കാണിച്ചു തരാം. അതിന്റെ അളവിന് ചോറും ചേർത്തിട്ടുണ്ട്. ഇത് പകുതി എടുത്തിട്ടുള്ള പകുതി ചെരുവത്തി കിടക്കുക കേട്ടോ. ഒറ്റയടിക്ക് അരച്ചെടുക്കാൻ പറ്റൂല, അതുകൊണ്ടാട്ടോ 2 ട്രിപ്പായിട്ട് തേങ്ങയും കൂടി ഇടുമ്പോ അല്ലെങ്കിൽ പറ്റൂല. ഇത്രയും സാധനം ചോറ് എന്തോരം ചേർത്തെന്ന് ഞാൻ കയ്യിൽ കാണിച്ചു തരാം. ഒരു കൂമ്പനെ ഗ്ലാസ് ആട്ടോ അരി. അത് ശരി. കള്ളും വെള്ളവും കൂടെ ഒഴിക്കണം, എന്നാലേ കള്ള് തന്നെ ഒഴിച്ച് അരഞ്ഞു കിട്ടൂല. ഒരുപാട് കള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ കണ്ടമാനം പുളിച്ചു പോകും കാലത്തേക്ക്. അപ്പൊ അതനുസരിച്ചില്ലേ അരയ്ക്കാനുള്ള വെള്ളം നോക്കട്ടെ. ഇച്ചിരി മതി, ഇത് മതിയാവും. ഇത് ആദ്യം ഞാൻ അരച്ചെടുക്കാം. അത് കഴിഞ്ഞ് ഒരു ട്രിപ്പോടെ അരയ്ക്കാം. വരച്ച് ഞാൻ കൊണ്ടുവരാം കേട്ടോ. ഓക്കെ, അരിയും തേങ്ങയും കള്ളും വെള്ളമൊക്കെ ഒഴിച്ച് ആട്ടിയ ഒരു ട്രിപ്പ് മാവ്. ഇത് നേരത്തെ ഒരുപാട് പാലപ്പത്തിന്റെ, വെള്ളയപ്പത്തിന്റെ, കള്ളപ്പത്തിന്റെ ഒക്കെ കാണിച്ചേക്കണതാട്ടോ. അല്ല, നമ്മള് നാളെ എന്നതാ ഉണ്ടാക്കണേ? പാലപ്പാണോ, വെള്ളയപ്പാണോ, കള്ളപ്പാണോ? ഞാൻ പറഞ്ഞല്ലോ പാലപ്പാണല്ലേ. ഞാൻ ഈ കഥയൊന്നും അറിയുന്നില്ല കേട്ടോ, കാരണം ഞാനിവിടെ ഫുള്ള് ഇന്നത്തെ എഡിറ്റിംഗ് ഭയങ്കര. ഇന്ന് രാവിലെ 10 മണിക്ക് തുടങ്ങിയ എഡിറ്റിംഗ് ഇന്ന് അവസാനിച്ചത് 5:30ക്കാണ് നോൺ സ്റ്റോപ്പ്. അത് ഇന്നലെ രാത്രി 3 മണി വരെ ഉണ്ടായിരുന്നു. നമ്മള് പോയി വന്നില്ലേ, പോയി വന്നിട്ട് രാത്രി 11 മണി തൊട്ട് 3 മണി വരെ ഇന്നലെ എഡിറ്റിംഗ് ആയിരുന്നു. അത് കഴിഞ്ഞാണ് ഇന്ന് വീണ്ടും 10 മണിക്ക് തുടങ്ങിയത്. അതുകൊണ്ട് തലയ്ക്കൊരു ഓളം പോലെയായി ഇപ്പൊ. അതെ 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 അതെ, സൺഡേ ആയതുകൊണ്ട് മാത്രം. അല്ലെങ്കിൽ നമുക്ക് അത് നടക്കില്ല. അതെ 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 അതെ. അടുത്ത ട്രിപ്പ് നോക്കട്ടെ. വെള്ളം കൂടിപ്പോയാൽ ശരിയാവില്ല. തേങ്ങ ഇട്ടായിരുന്നല്ലോ, തേങ്ങ ഇട്ടു. ചോറ് ഇട്ടു. ചോറിന്റെ കയ്യിൽ കാണിച്ചു തരാം, ആറ്റിയായിട്ട് കാണിക്കാം. ഗ്ലാസും കാണിക്കാം അരിയുടെ കേട്ടോ. ഓക്കെ, 1 ഗ്ലാസ് കൂമ്പന അരി, 1 തവി ചോറുണ്ണണ ചോറ്. അത് ശരി. കള്ള് കണ്ടല്ലോ എന്തോരാന്ന് ഈ കപ്പിലിരുന്നത്. വെള്ളം ആവശ്യത്തിന്. പിന്നെ തേങ്ങ, ഒരു പച്ചത്തേങ്ങയുടെ 1 മുറി ഫുള്ള മുഴുത്തതായിരുന്നു. അതിന്റെ 1 മുറി എടുത്തിട്ടുള്ളൂ. 1 മുറി ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ഓക്കെ, ഇത് സെക്കൻഡ് ട്രിപ്പ് ആട്ടി. ഇനി എന്നാ ചെയ്യണേന്ന് അറിയാമോ? ഇത് രണ്ടും കൂടെ ഫുൾ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് എടുക്കണം. അത് മിക്സി തന്നെ മിക്സ് ചെയ്യണം എപ്പോഴും നല്ലത്. എന്നിട്ട് ഇതിലേക്ക് ഒഴിക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന് കറക്കാം, അത്രേ ഉള്ളൂ. അരഞ്ഞതാണ് നന്നായിട്ട്. ജസ്റ്റ് ഒന്ന് ഇതിലൊന്ന് മിക്സ് ചെയ്ത് ബ്ലെൻഡ് അടിച്ചു വരാനാ. മിക്സിയിലൊക്കെ ബ്ലെൻഡ് ചെയ്തു. ഇനി നമ്മള് ഒഴിക്കുവാണ്. അങ്ങനെ 2 മാവും ഒന്നാക്കി കഴിഞ്ഞു. ഇടുക. ഉപ്പൊന്നും ഉപ്പ് ഇടില്ല കേട്ടോ, എല്ലാം ഉണ്ടാക്കണ സമയത്ത് ഇടുവോ. പഞ്ചസാര എല്ലാം ഉണ്ടാക്കണ സമയം പുളിപ്പ്. ഈ 10 ആയതുകൊണ്ട് രാവിലെ 8:30 ആയിട്ടല്ലേ ചൂടുള്ളൂ. അന്നത്തെ നന്നായിട്ട് പുളിക്കും. ഞാൻ അതനുസരിച്ച് അധികം കള്ളം ഒഴിച്ചിട്ടില്ല. കൂടുതൽ ഒഴിച്ചു കഴിഞ്ഞാൽ കൂടുതൽ പുളിച്ചു പോകും. അതിപ്പോ രാവിലെ 6 മണിക്ക് 6:30 ആണെങ്കിൽ കറക്റ്റ് പാകായിരിക്കും. ഇതിപ്പോ അന്നേരം അല്ലല്ലോ കഴിക്കണേ. കഴിക്കാൻ നേരത്തെ അവിടെ ചുട്ടെടുക്കണം. അപ്പൊ അന്നേരം കുറച്ച് ഷുഗറും കൂടെ ചേർക്കും. അപ്പൊ നമുക്ക് കാണാം. അപ്പൊ അത്രേ ഉള്ളൂ വിശേഷങ്ങൾ. ക്രിസ്മസ് ഈവ് അങ്ങനെ സന്തോഷകരമായിട്ട് അവസാനിക്കുകയാണ്. ഇനി നാളെ രാവിലെ നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അപ്പൊ ഈ വീഡിയോ നിങ്ങൾ ഒത്തിരി എൻജോയ് ചെയ്തിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പേജ് ഫോളോ ചെയ്യുക. എല്ലാ പ്രിയപ്പെട്ടവർക്കും മെറി ക്രിസ്മസ്. നല്ലൊരു ക്രിസ്മസ് ആശംസ അറിയിച്ചുകൊണ്ട് ഇന്ന് പരിപാടി ക്ലോസ് ചെയ്യുക. ബൈ ബൈ. ബൈ ബൈ. നാളെ കാണാം.